ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ ചന്ദ്രസേനനും രൂപയും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും എനിക്ക് നല്ല പേടിയുണ്ട് ചന്ദ്രേട്ട. എന്തൊക്കെയാണെങ്കിലും അവരെ ഒന്നും ചെയ്യാൻ മടിക്കാത്തവരാണ് ചുറ്റുമുള്ളത്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചേ മതിയാവും. താൻ പേടിക്കണ്ടടോ. എന്തായാലും ഒരുപാട് കടമ്പകൾ താണ്ടിയല്ലേ നമ്മൾ വന്നത്. അപ്പോഴൊന്നും ഇല്ലാത്ത പ്രശ്നം ഇനി അങ്ങോട്ടും ഉണ്ടാവില്ല. താൻ ധൈര്യമായിട്ടിരിക്കേ. ദേ എവിടെ പോയാലും നമുക്ക് ഒരുമിച്ച് പോയാൽ മതി ചന്ദ്രേട്ട. അത് അങ്ങനെ മതി. അതായിരിക്കും നല്ലത്. ശരി, പോകുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തായാലും ഇപ്പം രണ്ടുപേര് വരുമല്ലോ നമ്മളെ കാണാൻ. വിരുന്നുകാർ അല്ല, എന്നെ കാണാൻ, മരിച്ചു കിടക്കുന്ന എന്നെ കാണാൻ. ആ വിരുന്നുകാരെ കൂടെ കണ്ടിട്ട് എവിടെയെങ്കിലും പോകുന്ന കാര്യം തീരുമാനിച്ചാൽ പോരെ? അത് ശരിയാ. അപ്പോൾ അവർ വരുമ്പോഴേക്കും നമ്മൾ ചെയ്യേണ്ടതൊക്കെ നമ്മൾ ചെയ്തു വെക്കണ്ടേ? അവർക്ക് വേണ്ടുന്ന ഒരുക്കങ്ങൾ. യാമിനി, നമുക്കിവിടെയൊക്കെ ഒന്ന് മോടി പിടിപ്പിക്കാം എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ ഇങ്ങനെ മോടി പിടിപ്പിക്കാനായിട്ട് നിൽക്കുക. ഈ സമയമാണെങ്കിൽ വിക്രമും പ്രകാശനും പുറത്തെത്തുകയാണ്. ബൈക്കിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം രണ്ടുപേരും ചുറ്റോട് ചുറ്റും നോക്കുക. എടാ, ഇവിടെയെങ്ങും ആരും കാണുന്നില്ലല്ലോടാ, ഒരു മരണ വീട് പോലെയേ ഇല്ല. അത് കേട്ടത് വിക്രം, എന്തായാലും ചിലപ്പോഴേ മരണ വീട് പോലെ ഇല്ലാത്തത് അധികം ആരെ അറിയിച്ചിട്ടുണ്ടാവില്ല. ആരും വന്ന് കാണത്തുമില്ല അച്ഛാ, അതുകൊണ്ടായിരിക്കും. അത് ശരിയാ. എന്നാൽ പിന്നെ വാ, നമുക്ക് അകത്തേക്ക് കയറി ചെല്ലാം എന്ന് പറയുമ്പോഴേക്കും ഹരി പുറത്തേക്ക് വരിക. ഹരി സാറേ, എന്ത് പറ്റിയത് സാറേ? ഒന്നും പറയണ്ട. എന്ത് ചെയ്യാനാ? അല്ല, ഇതൊരു മരണ വീടാണെന്ന് തോന്നുന്നില്ല. ഇവിടെ ആൾക്കാരെ ആരെയും കാണുന്നില്ലല്ലോ ഹരി സാറേ. അത് കേട്ടതും നിറയെ ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരും ശ്മശാനത്തിലേക്ക് പോയിരിക്കുക. അവിടെ കൊണ്ടുപോയിട്ട് വേണം ഇനി അദ്ദേഹത്തിനെ എന്തൊക്കെ മൂടാനോ കത്തിക്കാനോ എന്നൊക്കെ തീരുമാനിക്കുക. ഒരു പിടിയും കിട്ടുന്നില്ല, എന്ത് ചെയ്യണമെന്ന് എന്നൊക്കെ ഹരി പറയുകയാണ് കരയുന്നത് പോലെ അഭിനയിച്ചുകൊണ്ട്. അത് കേട്ടതും അയ്യോ ഈശ്വര, എന്നാലും വല്ലാത്തൊരു കഷ്ടമായിപ്പോയി. നല്ലൊരാളായിരുന്നു, അല്ല നല്ല ആരോഗ്യം തടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. പെട്ടെന്ന് ഇതെന്താ പറ്റിയേ എന്നും പ്രകാശൻ്റെ ചോദ്യം. ഉള്ളിൽ ചിരിച്ചുകൊണ്ടുള്ള പ്രകാശൻ്റെ ആ ചോദ്യം നമ്മുടെ ഹരിക്ക് മനസ്സിലായി. അപ്പോൾ പ്രകാശൻ ഒന്നും പറയണ്ട, സന്തോഷത്തോടെ കുടുംബത്തോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുമായിരുന്നു. പെട്ടെന്ന് ഒരു നെഞ്ചുവേദനയും ശ്വാസം മുട്ടലും. അതിലൂടെ ആൾ പോയി കുളിപ്പിച്ച് കിടത്തിയിരിക്കുക. കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകും എന്നും പറയുകയാണ് ഈ സമയം. അതൊക്കെ അല്ലെങ്കിലും ഇത്രയൊക്കെ ഉള്ളൂ മനുഷ്യരുടെ കാര്യം. ആകെ സങ്കടമാണ് മനുഷ്യരുടെ കാര്യം. ഇപ്പം തന്നെ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, 3 അറ്റാക്ക് വന്നു എന്നിട്ട് മരിച്ചില്ല. ചിലവരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് 3 അറ്റാക്ക് വന്നാൽ 3ാമത്തെ അറ്റാക്കിൽ പോകുമെന്ന്. ഇതിപ്പോൾ ആകെ മൊത്തം പ്രശ്നമായിരിക്കുകയാണ് എന്നൊക്കെ പറയുകയാണ്. ഈ സമയമാണെങ്കിൽ നമ്മുടെ ഹരിയാണെങ്കിൽ എന്നാ അകത്തേക്ക് വാ പ്രകാശ എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് അകത്തേക്ക് ചെല്ലുക. അപ്പോൾ വീട് മുഴുവനും ബലൂണും ഡെക്കറേഷൻ പേപ്പറുകൾ കൊണ്ടും അലങ്കരിച്ചിരിക്കുന്നു. അത് കണ്ടതും പ്രകാശനും വിക്രമും പരസ്പരം മുഖത്തോട് മുഖം നോക്കുക അന്തം വിട്ട്. ഈ സമയം കല്യാണിയും കിരണും രൂപയും സോണിയും ആൽബിയും യാമിനിയും ഒക്കെ ഇങ്ങനെ നിരന്ന് നിൽക്കുക. അവിടെ ചന്ദ്രസേനനെ കാണുന്നില്ല. അപ്പോൾ വരണം. അതെ, ഇടാ വിക്രമാദിത്യ ചക്രവർത്തി, ഇവിടെ ചില ആഘോഷങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ അങ്ങനെയാടാ. ഈ കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചാലേ ഞങ്ങളത് കേക്ക് മുറിച്ച് ആഘോഷിക്കും. അതൊരു പതിവാണേ എന്നും പറയുക. ഇത് കേട്ടതും ആൽബേട്ടാ, അവൻ്റെ നിപ്പ് കണ്ടില്ലേ? എൻ്റെ അച്ഛൻ മരിച്ചു കിടക്കുന്നത് കാണാൻ വന്നതാ. എടാ വിക്രം, കേക്ക് മുറിക്കുന്ന ആരാന്നറിയാമോ? മരിച്ചു പോയ ഞങ്ങളുടെ അച്ഛൻ. അത് കേട്ടതും ഒന്നും മനസ്സിലാകാതെ വിക്രമും പ്രകാശനും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. അച്ഛാ വാ പോകാം എന്നും വിക്രം. അങ്ങനെ അങ്ങ് പോയാലോ എന്നും CS-ൻ്റെ ശബ്ദം കേട്ട് രണ്ടുപേരും ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. എവിടേക്കാടാ നീ പോകുന്നേ? അങ്ങനെ അങ്ങ് എൻ്റെ ഡെഡ് ബോഡി കാണാൻ വന്നിട്ട് തിരിച്ചു പോയാൽ എനിക്കത് സങ്കടമാവില്ലേടാ പ്രകാശ. അങ്ങനെ അങ്ങ് പോകല്ലേടാ എന്നും ചന്ദ്രസേനൻ. അത് കേട്ടതും ഞെട്ടലോടുകൂടെ പ്രകാശൻ ചന്ദ്രസേനനെ തുറിച്ചു നോക്കുക. എന്താടാ, മരിച്ചു കിടക്കുന്ന എന്നെ കാണാൻ വേണ്ടി വന്നിട്ട് അങ്ങ് പോവുകയാണോ? ഇവിടെ ഇപ്പോൾ ഒരു ചടങ്ങ് നടക്കാൻ പോവുക, അത് കണ്ടേച്ചു പോയാൽ മതി. അങ്ങനെ അങ്ങോട്ട് വെറും കൈ വീശി പോകണ്ടടാ പ്രകാശ എന്നും പറയുക. ഈ സമയമാണെങ്കിൽ അല്ല ചന്ദ്രസേനൻ സാറേ, നിങ്ങൾ മരിച്ചു എന്നും പറഞ്ഞ് എന്നോട് രാഹുലാണ് വിളിച്ചു പറഞ്ഞത്. അതുകൊണ്ടാണ് ഞങ്ങളിങ്ങോട്ട് വന്നത്. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു സത്യത്തിൽ എന്താ സംഭവിച്ചതെന്ന്. എന്താണെങ്കിലും ശത്രുവായാലും മിത്രമായാലും ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ അയാളോട് ശത്രുത കാണിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് വന്നാൽ ചന്ദ്രസേനൻ സാറേ. ശരി, അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തായാലും ഇവിടെ ഇപ്പോൾ നടക്കാൻ പോകുന്ന ചടങ്ങങ്ങ് നടത്തിയേക്കാം. അതിനുശേഷം ബാക്കിയുള്ളത് ചെയ്യാം. അച്ഛ അമ്മേ വാ വന്ന് രണ്ടുപേരും ഒരുമിച്ച് നിന്ന് കേക്ക് മുറിക്ക് എന്നും പറയണം. അങ്ങനെ രണ്ടുപേരും അടുത്ത് നിന്ന് കയ്യിൽ കത്തി പിടിച്ച് ഒരുമിച്ച് നിന്ന് കേക്ക് മുറിക്കുക. കേക്ക് മുറിച്ചതിന് ശേഷം ആദ്യം രൂപയുടെ വായിലും രൂപ CS-ൻ്റെ വായിലും വെച്ചു കൊടുത്തു. അതിനുശേഷം കിരണിനും കല്യാണിക്കും പിന്നെ സോണിക്കും ആൽബിക്കും പിന്നെ യാമിനിക്ക് എല്ലാവർക്കും കേക്ക് കൊടുത്തതിന് ശേഷം ആ കേക്കൊക്കെ കഴിച്ചു കഴിഞ്ഞ് അച്ഛനെയും മോനെയും CS ഒന്ന് നോക്കി. എന്നിട്ട് കേക്കിൻ്റെ ക്രീമും
ടിഷ്യൂ പേപ്പറിലൊന്ന് തുടച്ചു. അതിനുശേഷം എന്നിട്ട് നീ എടിപിടിയിൽ ഇങ്ങോട്ട് ഓടിപ്പോന്ന എന്താ? ആരെങ്കിലും നിന്നെ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടാണോ? ഏയ് ഇല്ല ചന്ദ്രസേനൻ സാറേ, ഞാനാകെ സങ്കടത്തിലായിരുന്നു. നല്ലവനായി, ഇപ്പം പഴയതുപോലെയുള്ള ആ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാ ഇങ്ങനെ ജീവിച്ചിട്ട്? അമ്മയെ പോയി, അമ്മയ്ക്കേ ഞങ്ങൾ വേണ്ട. അങ്ങനെയുള്ളപ്പോൾ ആ അമ്മയാണ് എന്നെ വളർത്തി ഇത്രയാക്കിയത്, പെൺമക്കളെ വെറുക്കാൻ പഠിപ്പിച്ചത്. അതൊക്കെ കൊണ്ട് തന്നെ എല്ലാം കൊണ്ടും ഞാനാകെ മാറി സാറേ എന്നൊക്കെ പറയാം. ഡാഡാ കൂടുതലൊന്നും ഡയലോഗ് അടിക്കല്ലേ. നീ ഈ ജന്മത്ത് മാറില്ല എന്ന് എനിക്കറിയാം. അങ്ങനെ നീ മാറണമെങ്കിലേ നിന്റെ തന്തയും തള്ളയും വേറെ ആയിരിക്കണം. ദേ ഒരു കാര്യം ഞാൻ പറയാം പ്രകാശ, നീ ഇവിടെ വന്നതും ഇവിടെ നിന്നിപ്പോൾ ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. മനസ്സിൽ സന്തോഷം നിറച്ച് വെച്ചുകൊണ്ടാണ് അച്ഛനും മോനും വന്നിവിടെ നിൽക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാടാന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒറ്റ അടി പ്രകാശൻ്റെ കാരണത്തിട്ട് അടി കൊണ്ടതും പ്രകാശൻ്റെ കണ്ണിൽ നിന്നും പൊന്നീച്ച പറഞ്ഞ പോലെ ആയിപ്പോയി. നക്ഷത്രം എണ്ണി പ്രകാശൻ പെട്ടെന്ന് വിക്രം അച്ഛ പോക എന്നും പറയാം. അങ്ങനെ അങ്ങ് പോകല്ലേടാ, നിനക്ക് തരാനുള്ളതും കൂടിയാണ് ഞാൻ ഇയാക്കടെ കവളത്തിട്ട് കൊടുത്തത്. എന്തിനാണെന്നറിയാമോ? നിന്നെ വളർത്തി വഷളാക്കിയതിന്. ദേ നിൽക്കുന്നു. എന്തൊക്കെയായാലും നിന്റെ അച്ഛനല്ലേ, എന്നിട്ട് പോലും ആൺമക്കളാണ് ശരി, പെൺമക്കൾ കൊള്ളില്ല എന്നും പറഞ്ഞുകൊണ്ട് വളർത്തിയതല്ലേ. ഇന്ന് നീ എന്ത് തോന്നിയവാസം ചെയ്താലും എന്ത് തെമ്മാടിത്തരം ചെയ്താലും നിന്നെ പിടിക്കുന്ന ഇയാളെ ഒരിക്കലും ജീവനോടിരിക്കാൻ അനുവദിക്കാൻ പാടില്ലാത്തതാ. പക്ഷേ ഞങ്ങൾക്കൊരു ഇതുണ്ട്, എന്തൊക്കെയായാലും നല്ലവർ പെട്ടെന്ന് മരിക്കും, പിന്നെ നല്ലവരല്ലാത്തവരാണ് ഈ എന്താ പറയുക അനുഭവിച്ച് ചാകുമെന്നൊക്കെ പറയില്ലേ, അങ്ങനെ വരുന്നത്. അതിനിടയിൽ നീ ഇത്ര പെട്ടെന്ന് ചത്തുപോയാൽ നീ നല്ലവനായി പോകില്ല പ്രകാശ. നീ ചെയ്ത പാപങ്ങളൊക്കെ വീടണ്ടേ? അതുകൊണ്ട് ഓരോ ദിവസവും അനുഭവിച്ച് വെന്ത് നീറി വേണം നീ മരിക്കാൻ. അതിനു വേണ്ടിയാടാ നിന്നെയൊക്കെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നത്. നിന്റെ നേരെ തോക്ക് ചൂണ്ടി നിന്നെ ഇല്ലാതാക്കാൻ അധികം നേരമൊന്നും വേണ്ട. പക്ഷെ ഞാനത് ചെയ്യില്ല. ആ രാഹുലിനെ പോലെയുള്ളവന്മാരെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കണം, നിന്നെയും നിൻ്റെ ആ മകനെയും. അങ്ങനെയുള്ളത് കൊണ്ട് ഞാനൊന്നും മിണ്ടാതിരിക്കുന്നത് എന്നൊക്കെ പറയുവാണ്. ഈ സമയമാണെങ്കിലും ഇതൊക്കെ കേട്ട് രാഹുൽ ആകെ അന്തം വിട്ട് നിൽക്കുക. ഈശ്വര, പ്രകാശൻ വല്ലാത്തൊരു കഷ്ടമായി പോയല്ലോ, എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ്. അപ്പം ഡാടാ എന്താടാ ഒന്നും മിണ്ടാത്തേ? അവൻ മിണ്ടില്ല അച്ഛാ, അവനാകെ നാണം കെട്ട് നിൽക്കുക. എടാ നോക്കടാ സോണിയെ പറഞ്ഞ് പറ്റിച്ച് ആ പെങ്കൊച്ചിൻ്റെ ജീവിതം വരെ നശിപ്പിച്ചവനാ. സോണി പണക്കാരി വീട്ടിലെ പെൺകുട്ടിയാണെന്ന് അറിഞ്ഞിട്ട് അവളുടെ ജീവിതം നശിപ്പിച്ച് കല്യാണത്തിന് മുൻപേ തന്നെ പെണ്ണിൻ്റെ കയ്യും കാലും കൂട്ടിക്കെട്ടിയിട്ട് അവളെ ചതിച്ചു. അതിനുശേഷവും പെൺമക്കളോടെ സ്നേഹിക്കാത്തവൻ പെൺകുഞ്ഞ് ജനിച്ചപ്പോൾ ആ കുഞ്ഞിനെ ഒരുപാട് ദ്രോഹിക്കുന്നത് പോലെയൊക്കെ ഇതാക്കി. എന്തായാലും നിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ അമ്മമ്മയും ഒക്കെ ഇങ്ങനെയായിരുന്നല്ലോടാ. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, എന്തൊക്കെ സംഭവിച്ചാലും ഇനി അങ്ങോട്ട് ഞങ്ങൾക്ക് നല്ല കാലമാടാ. നിന്നെപ്പോലുള്ള ദുഷ്ടന്മാരുടെയൊക്കെ പതനം തുടങ്ങിക്കഴിഞ്ഞു. സോണി ഇന്ന് നല്ല നിലയിലാണ് ജീവിക്കുന്നത്. അതേടാ, ഞാൻ നല്ല നിലയിലാണ് ജീവിക്കുന്നത്. കാരണം ഞാൻ ആ വീട്ടിൽ വിഷമിക്കാതിരിക്കാൻ, ആ വീട്ടിൽ അച്ഛനും അമ്മയും വിഷമിച്ചാൽ പോലും അവരെന്നെ കരയിക്കില്ല. എൻ്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീര് വീഴാതിരിക്കാൻ അവർ പരമാവധി ശ്രമിക്കും. അങ്ങനെയുള്ള കുടുംബത്തിലേക്കാടാ ഇപ്പം ഞാൻ കയറി ചെന്നിരിക്കുന്നത്, മനുഷ്യർക്കിടയിലേക്ക്. എടാ നിനക്ക് നാണം ഉണ്ടോടാ ഇപ്പോഴും ഇവനെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് നടക്കാൻ? മൃഗങ്ങൾ പോലും മക്കൾ ജനിച്ചു കഴിഞ്ഞ ഒരു പ്രായമാകുമ്പോഴത്തേക്കും അവരെ വേർപിരിച്ചു വിടും. എന്തിന്? സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കാൻ. എന്നാൽ സ്വന്തം കാലിൽ നിൽക്കാതെ ഇവൻ മറ്റുള്ളവരുടെ തലക്കടിച്ചും കൊന്നും കൊല വിളിച്ച് നടക്കുന്നവനാ. അങ്ങനെയുള്ള അവനെ വളർത്തി വഷളാക്കിയത് നീയാ. ഇവന് നിൻ്റെ മുൻപിലിട്ട് തന്നെ ശിക്ഷ വിധിക്കണം. ഇവനെ തൂക്കിക്കൊല്ലണം നിൻ്റെ മുന്നിലിട്ട്. അന്നാലേ നീയൊക്കെ പഠിക്കൂ. എൻ്റെ ആൽബിമോൻ്റെ തലക്കടിച്ച് നീ കൊല്ലാൻ നോക്കിയില്ലടാ. എൻ്റെ മോളുടെ ജീവിതം തകർത്തതും പോരാണ്ട് അവളെ കല്യാണം കഴിച്ച് അവളോടൊപ്പം ജീവിക്കാൻ വന്ന പയ്യൻ്റെ തല അടിച്ച് തകർത്തിട്ടും നിന്നെ വിട്ടുവച്ചിരിക്കുന്നതേ സ്നേഹം കൊണ്ടോ പേടിച്ചിട്ടോ ഒന്നും അല്ല. പിന്നെ അത് വെറുതെ നീ അനുഭവിക്കട്ടെ എന്ന് കരുതിയിട്ടാ. എടാ, നിന്നെ വിളിച്ച് ഞാൻ മരിച്ചു എന്ന് പറഞ്ഞ രാഹുലിനും നിനക്കൊക്കെ ഇനി വരാൻ പോകുന്നത് കണ്ടകശനിയാടാ. അത് കൊണ്ടേ പോകൂ, സൂക്ഷിച്ചും കണ്ടൊക്കെ നടന്നോ എന്നും പറയാ. പോടാ വിട്ടു പോടാ എന്നും പറയണം. അപ്പോൾ വിക്രമോദരടാ പോടാ പട്ടി എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി ആട്ടി പായിക്കുക. എന്നെ വെറുതെ പറഞ്ഞ് പറ്റിച്ചു. ചിത്രകാരനാണെന്നും പറഞ്ഞ് സോണിയെയും പറ്റിച്ചു, ദ്രോഹി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണി ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുവാണ്. ഈ സമയമാണെങ്കിൽ പുറത്തിറങ്ങിയതും അച്ഛാ
എന്തിനാ അച്ഛ വെറുതെ ഇങ്ങോട്ട് വന്നത്? എടാ ഞാൻ എന്ത് ചെയ്യാനാ? ഇയാൾ മരിച്ചു എന്ന് കേട്ടപ്പോൾ സന്തോഷത്തോടെ ഓടി വന്നല്ലേ. അച്ഛനിപ്പോൾ വല്ല ആവശ്യം ഉണ്ടായോ? ആ ചന്ദ്രസേനൻ മനഃപൂർവ്വം ചെയ്തതാ. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ചന്ദ്രസേനൻ അല്ലട ചതിച്ചത്, രാഹുല. അവൻ പറഞ്ഞിട്ടല്ലേ നമ്മളിങ്ങോട്ട് വന്നത്. എൻ്റെ അച്ഛ, ആ രാക്ഷസൻ്റെ വാക്ക് കേട്ട് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഇങ്ങോട്ട് വരാൻ? ആരെങ്കിലും ഒന്ന് വിളിച്ചു? എടാ നിൻ്റെ മുന്നിൽ വെച്ചല്ലേ ഞാൻ ആ ഹരിയെ വിളിച്ചത്. ആ സൂപ്പർവൈസറും അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്. അപ്പം പിന്നെ ഞാൻ എന്ത് ചെയ്യാനടാ? ഇപ്പം അച്ഛന് തന്നെ കിട്ടിയാലോ നല്ലത്. വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അതെ, ഇത്തിരിയെങ്കിലും സൂക്ഷിച്ചും കണ്ടൊക്കെ നടക്കച്ച, ഇല്ലെങ്കിൽ ഇതുപോലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെ ടെൻഷനായിട്ട് നമ്മുടെ വിക്രം പ്രകാശ് ഇങ്ങനെ നിൽക്കും. അപ്പോൾ സോണിയും കല്യാണിയും കൂടെ പുറത്തേക്ക് വരാടാ. നാണോ ഇല്ലല്ലോടാ, ഇനി എങ്ങനെ ഇയാളെ വിളിച്ചുകൊണ്ട് ഈ പരിസരത്തേക്ക് വന്നു വരുത്, മനസ്സിലായല്ലോ? എടീ നീ കൂടുതൽ അഹങ്കരിക്കണ്ട, കേട്ടല്ലോ? എടാ മോനെ വേണ്ട, സ്വന്തം തന്തയുടെ കവളത്ത് പോലും അടിക്കാൻ മടിയില്ലാത്ത കൂട്ടങ്ങളാ. വാ പോകാം എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ വിക്രത്തെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുക. പ്രകാശനും വിക്രമൻ ജീവനും കൊണ്ട് ഓടുന്നുണ്ട്. സോണിക്കും കല്യാണിക്ക് ചിരി വരികയാണ്. അങ്ങനെ അകത്താ കാണിക്കുന്നത്. അങ്ങനെ എല്ലാം ശുഭമായി. ഇനി നമുക്ക് സന്തോഷത്തോടെയും സമാധാനത്തോടെയും നിൽക്കാം. വാ എല്ലാവർക്കും ഒരു സെൽഫി എടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും ചേർന്ന് നിന്ന് സെൽഫി എടുക്കുകയാണ്. ഈ സമയമാണെങ്കിൽ പിന്നീട് നമ്മുടെ പ്രകാശനെയും വിക്രത്തെയാണ് കാണിക്കുന്നത്. എന്നാലും ഇതൊരു ഒന്നൊന്നര തിരിച്ചടിയായി പോയല്ലോ. ഞാനൊന്ന് അവനെ വിളിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശ് ഫോൺ എടുത്ത് രാഹുലിനെ വിളിക്കുക. ഹലോ, എന്താടാ എന്നും ചോദിച്ചുകൊണ്ട് രാഹുൽ. എന്നാലും എടാ രാഹുലേ, എടാ ബഗാസുര, നീ ഞങ്ങളെ ചതിച്ചല്ലോടാ. അവിടെ നിന്ന് വരുന്ന വഴിയാണല്ലേ? എടാ ഞാനും ആ ചന്ദ്രസേന മരിച്ചു കിടക്കുന്ന കാണാൻ വേണ്ടി അങ്ങോട്ട് ചെന്നത്. അവിടെ ചെന്നപ്പോഴല്ലേ മനസ്സിലായത് അവളും, അതായത് എൻ്റെ പെങ്ങളെന്ന് പറയുന്നവളും അവ കുടുംബത്തിലുള്ളവരൊക്കെ കൂടെ ചേർന്ന് എന്നെ ചതിക്കുമായിരുന്നടാ. എടാ അവർ നിന്നെ ചതിച്ചു, പക്ഷേ ആ കാര്യം നീ എന്നോട് പറഞ്ഞ് എന്നെ കൂടെ തല്ലു പൊളിച്ച് എന്തിനാടാ? അതാ എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. ദേ എന്തൊക്കെയായാലും എടാ പ്രകാശ, എനിക്ക് നിന്നെ ചതിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നീ വിളിക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര ടെൻഷനിലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ടെൻഷനിൽ എങ്ങനെയെല്ലാം തുറന്നു പറയണമെന്ന് എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞത്. അതുകൊണ്ടല്ലേ നീ അങ്ങോട്ട് പോയത്. ഇപ്പം നിനക്കും കിട്ടിയ വയറിറച്ചത്. രാഹുലെ, വെറുതെ എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. അവൻ മരിച്ചു എന്നും കരുതി റീത്ത് മേടിച്ചുകൊണ്ട് പോകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. റീത്തൊന്നും മേടിക്കാൻ പറ്റിയില്ല. പക്ഷെ അവിടെ ചെന്നപ്പോഴോ കേക്ക് മുറിയും ആഘോഷവും വല്ലാത്തൊരു തിരിച്ചടിയായിപ്പോയി. എടാ എന്നാലേ അവൻ്റെ മരണവാർത്ത കേട്ട് നല്ലൊരു റീത്തും കൊണ്ടാണ് ഞാൻ പോയത്. എന്നിട്ടോ അവിടെ ചെന്നപ്പോൾ എനിക്ക് കിട്ടിയത് ആ റീത്ത് എൻ്റെ നെഞ്ചത്ത് തന്നെ വെച്ചു ആ കിരൺ എന്ന് പറയുന്നവൻ. ഇനി എനിക്കൊന്നും നഷ്ടപ്പെടാനില്ലടാ പ്രകാശ, എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഒരുമിച്ച് നിന്ന് ഇനി പൊരുതും. അതുകൊണ്ട് നീ എന്തായാലും എൻ്റെ കൂടെ നിൽക്കണം പ്രകാശ. ആ ചന്ദ്രസേനൻ്റെ കുടുംബത്തെ നമ്മൾ തകർക്കും. കിരണിനെയും കല്യാണിയെയും ഒക്കെ നമ്മൾ തീർക്കും. അഹങ്കാരം പിടിച്ച നാശം പിടിച്ച ജന്മങ്ങളെ നമ്മൾ തീർക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയമാണെങ്കിൽ പ്രകാശൻ, ശരിയടാ എന്ന് ഞാൻ എൻ്റെ മോനോട് ചോദിച്ചിട്ട് നിന്നെ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുക. ഈ സമയം അവൻ്റെ ഒരു മോൻ, കാലണയ്ക്ക് വകയില്ലാത്ത മോൻ, എടാ മക്കളെ ഇന്ന് എൻ്റെ കവളത്ത് അടി വീണു. അതും ചന്ദ്രസേനൻ്റെ 5 വിരലുകളും എൻ്റെ കവളത്ത് പതിഞ്ഞു. അങ്ങനെ പതിഞ്ഞത് എനിക്ക് നല്ല ടെൻഷനുണ്ടടാ. എന്തൊക്കെയായാലും ദേ ആ രാഹുൽ നമ്മുടെ ശത്രുവിൻ്റെ ശത്രുവാണ്. ശത്രുവിൻ്റെ ശത്രു മിത്രമെന്നുള്ളത് കൊണ്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം. രാഹുലിനെ ഒന്ന് ചെന്ന് കാണാം. അയാൾക്ക് നമ്മളെ കാണണമെന്ന്. എൻ്റെ ദൈവമേ, എന്തിന്? ഇപ്പം കിട്ടിയത് പോരാഞ്ഞിട്ടാണോ അച്ഛാ എന്ന് ചോദിക്കുകയാണ്. എടാ അവൻ നമ്മളെ തല്ലത്തൊന്നുമില്ല. അവൻ്റെ കൂടെ നിൽക്കാൻ നമ്മൾ തയ്യാറായാൽ നമ്മൾ ചോദിക്കുന്നത് എന്തും അവൻ തരും. സരയുവിൻ്റെ വാക്ക് കേട്ട് ദേ നീ പോയി ആരെയും ആ കല്യാണിയെ ആ കിരണിനെ കൊന്നില്ലല്ലോ, അത് തന്നെ സമാധാനം. ഇനി രാഹുൽ എന്ത് പറയുന്നോ അതുപോലെ നമുക്ക് ചെയ്യാം. നീ ഒരു കാര്യം ചെയ്യ്, രാഹുലിൻ്റെ വീട്ടിലേക്ക് വണ്ടി വിടും, നമുക്ക് അങ്ങോട്ട് പോവാം എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശനും വിക്രമം ഇങ്ങനെ നിൽക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് സരയുനെ ശാരിയാണ്. അവർ രണ്ടുപേരും എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിരിക്കുക. അല്ല മോളെ, നിൻ്റെ അച്ഛൻ രൂപയുടെ വീട്ടിലേക്ക് പോയല്ലോ. അവിടെ ചെന്നതിന് ശേഷം തിരിച്ചു വന്ന നിൻ്റെ അച്ഛൻ ആകെ വയലൻ്റ് ആയിരുന്നു. നീ ഒരു കാര്യം ചെയ്യ്, രൂപയെ ഒന്ന് വിളിക്ക്, എന്നിട്ട് അവിടെ എന്താ സംഭവിച്ചതെന്ന് ചോദിക്ക്. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാവും എന്നൊക്കെ പറയണം. അത് കേട്ടതും അത് ശരിയാ, ഞാൻ ഒന്ന് വിളിക്കാമേ എന്നും പറഞ്ഞുകൊണ്ട് സരയെ ഫോൺ എടുത്തിട്ട് രൂപയെ വിളിക്കുക. രൂപയുടെ ഫോണാണെങ്കിൽ റിങ് അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്ക് രൂപ വന്നു. രൂപയ്ക്ക് ആ കോള് കണ്ടതും ദേഷ്യവും വാശിയും അവളെ കൊല്ലാനുള്ള ആ ഒരു വെറിയൊക്കെ ഇങ്ങനെ മുഖത്തേക്ക് വരിക. ഈ പിശാചെന്തിനെ എന്നെ വിളിക്കുന്നേ എന്നും ആലോചിച്ചുകൊണ്ട് ബലം പിടിച്ചിങ്ങനെ നിൽക്കുക. എന്നിട്ട് ഫോൺ എടുത്തു. എന്താടി എന്നാണ് ഫോൺ എടുത്തുകൊണ്ടുള്ള രൂപയുടെ ചോദ്യം. സരയോ ഞെട്ടി. ആൻറ്റി എന്താ എന്നെ എടീന്ന് വിളിക്കുന്നേ? നിന്നെയൊക്കെ അങ്ങനെയല്ല വിളിക്കേണ്ടത്. നിന്നെയൊക്കെ വിളിക്കേണ്ടത് വേറെ വിളിയാ. പക്ഷെ ഞാനത് വിളിക്കാത്തതുകൊണ്ടല്ലോ, എൻ്റെ അന്തസ്സിന് ചേർന്നല്ലെന്ന് അറിയുന്നത് കൊണ്ട് തന്നെയാണ്. നീ ഇപ്പം എന്തിനാടി എൻ്റെ ഫോണിലേക്ക് വിളിച്ചത്? അല്ല ആൻറ്റി, അച്ഛൻ അങ്ങോട്ട് വന്നല്ലോ,
അവിടെ വന്ന് തിരിച്ചു വന്ന അച്ഛൻ ആകെ വയലൻ്റാ. എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. അതുകൊണ്ട് ആൻറ്റിയോട് ചോദിക്കാൻ കരുതിയത്. നിൻ്റെ അച്ഛൻ ഇവിടെ വന്നപ്പോൾ എന്തിനാ വന്നെന്നറിയാമോ? എൻ്റെ ഭർത്താവ് മരിച്ചു കിടക്കുന്ന കാണാൻ, എൻ്റെ ചന്ദ്രേട്ടൻ മരിച്ചു കിടക്കുന്നത് കണ്ട് ആസ്വദിക്കാൻ. എന്നാലേ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, എൻ്റെ ഭർത്താവിന് ഒരാപത്ത് സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഇനി നിൻ്റെ അച്ഛനെന്ന് പറയുന്നവനുണ്ടല്ലോ, അവൻ എൻ്റെ വീടിൻ്റെ പടിയിൽ ചവിട്ടിയാൽ അവൻ്റെ കാല് ഞാൻ തല്ലി ഓടിക്കും, ഇല്ലെങ്കിൽ അവനെ ഞാൻ വിഷം കൊടുത്തു കൊല്ലും എന്നും പറയണം. അത് കേട്ടതും സരയും ഞെട്ടലോടുകൂടി ഇരിക്കണം. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ.